നമസ്കാരം, ശ്രീനി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് തായ്ലൻഡിലെ പട്ടായയിലുള്ള പ്രശസ്തമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഒരു വലിയ ബോട്ടിൻ്റെ മാതൃകയിൽ അതിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. 2008 ഇതിവിടെ ഓപ്പൺ ആയത്. സഞ്ചാരികൾക്ക് വേണ്ടി ഓപ്പണായി കൊടുത്തിരിക്കുന്നത്. തായ്ലൻഡിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർക്കും അതുപോലെയുള്ള കലാകാരന്മാർക്കും ഒക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടി അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 345 മേളിൽ കച്ചവടക്കാർ ഇവിടെയുണ്ട്. അതുപോലെ പല കലാകാരന്മാരും പിന്നെ കരകൗശല വസ്തുക്കളും പല വെറൈറ്റിയിലുള്ള തായ്ലൻഡിലെ ഭക്ഷണങ്ങളുമൊക്കെ നമുക്കിവിടെ രുചിക്കാൻ സാധിക്കും. ഇവിടെ തന്നെ മണി എക്സ്ചേഞ്ചും ATM കൗണ്ടറും എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്താണ് അത് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യമൊക്കെ ഉണ്ട്. രാവിലെ തന്നെ സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഏകദേശം രാവിലെ ഒരു 9 മണിക്കാണ് ഞാനിവിടെ വന്നത്. 9-10 മണിക്കാണ്. ഇതാണ് എൻ്റെ ടിക്കറ്റ്. ഇവിടുത്തെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഓപ്പണാണ്. അത് രാവിലെ 9 മണി മുതൽ 7 മണി വരെയാണ്. 6:30 അവർ ലാസ്റ്റ് ടിക്കറ്റ് കൊടുക്കുന്നത്. ഏകദേശം 2-2.5-3 മണിക്കൂർ നമുക്കിവിടെ സമയം സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. ഏകദേശം 25 ഏക്കറിന് മേളിലോളം ഈ പ്രദേശം വ്യാപിച്ച് കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് തുഴയുന്ന ബോട്ടുകളും മിഷൻ ബോട്ടുകളിലും മോട്ടോർ വെച്ചുള്ള ബോട്ടുകളിലുമൊക്കെ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ധാരാളം കച്ചവടക്കാർ ചെറിയ വള്ളങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഇതാണ് ഇതിൻ്റെ പ്രവേശനം. നമ്മൾ കയറി വന്നിട്ട് ഇതിലെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ തേക്ക് തടിയിലാണ് ഇതിനൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. പട്ടായ സെൻട്രലിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററിന് ഉള്ളിലായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 350 മേളിൽ ചെറു സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഭക്ഷണം, കരകൗശല വസ്തുക്കൾ, വസ്ത്രം, സ്പാ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, സഞ്ചാരികൾ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ടൈഗർ പാർക്ക് ഉള്ളത്. അവിടം രാവിലെ വിസിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഗണ്ണുണ്ടോ? നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൂടെ? അവിടെ കായൽ കയ്യേറി, കടൽ കയ്യേറി, പുഴ കയ്യേറി എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു വരുമാന മാർഗവും ആ നാടിൻ്റെ വികസനത്തിനുമൊക്കെ ഇതുപോലെയുള്ള ആശയങ്ങൾ പ്രയോജനപ്പെടില്ലേ? ഇതുപോലെയുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായിട്ട് മുമ്പിലാണോ പുറകിലാണോ എന്നുള്ള നോക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജോലിയും സംരക്ഷണവും ആ നാടിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനുമൊക്കെ ഇതുപോലെയുള്ള ആശയങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അവർ. ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ മനോഹരമായിട്ട് അവർ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ വലിച്ചെറിയുന്ന പല സാധനങ്ങളും ഇവരിവിടെ അലങ്കാര വസ്തുക്കളായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് പുഴയാണോ തോടാണോ എന്നെനിക്കറിയില്ല. ഇതിൻ്റെ 2 വശങ്ങളിലായിട്ടും ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇതിനെ കണക്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ചെറിയ പാലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് തുഴയുന്ന ബോട്ടുകളും കാണാം, അതുപോലെ മോട്ടോർ ഘടിപ്പിച്ച ബോട്ടുകളും കാണാം. ഈ വരുന്നത് ഒരു തുഴയുന്ന ബോട്ടാണ്. ഇതിന് ചാർജ് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ തുഴയുന്ന ബോട്ടിലൂടെ പോകണമെന്ന് തന്നെയില്ല. നമുക്ക് ഈ 2 കടകളുടെ സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റും. ഇതൊരു മോട്ടോർ ഘടിപ്പിച്ച ഒരു ബോട്ടാണ്.
ഈ കടകളുടെയൊക്കെ സൈഡിൽ ചെറിയ വള്ളങ്ങളിൽ കച്ചവട സാധനങ്ങളുമായിട്ട് ആളുകൾ ഇരിപ്പുണ്ട്. അവർ ടൂറിസ്റ്റുകൾ കുറവായതുകൊണ്ടായിരിക്കും സൈഡിൽ തന്നെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇവർ ചിലപ്പോൾ അടുത്തോട്ട് വരുമായിരിക്കും. ഈ കടകളുടെ സൈഡിൽ കൂടെയുള്ള ഡെക്കുകളിലൂടെ നടക്കാൻ നല്ല രസമാണ്. വേണമെങ്കിൽ കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളും ഒക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മീനിനെ കൊണ്ട് സ്പാ ചെയ്യുന്ന ഫുഡ് മസാജിങ് ആണ്. ഇവിടെ ചെറിയ എൻ്റർടൈൻമെൻറ്റ് ഷോകളൊക്കെ നടക്കാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ പില്ലോ അടി പോലെയുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ചെന്നപ്പോഴത്തേക്ക് അത് തീർന്നു പോയായിരുന്നു. ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഇവരിവിടെ നടത്താറുണ്ട്, ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി. ഇവിടെ ഒരു ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കസ്റ്റമേഴ്സ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതുപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ധാരാളം സഞ്ചാരികൾ വന്നെങ്കിൽ മാത്രമേ ആ പ്രദേശം കൂടുതൽ ഉണരുകയുള്ളൂ. ഈ പാലത്തിലൂടെ ഇവിടെ നിൽക്കുമ്പോൾ താഴെക്കൂടെ ബോട്ടിൽ സഞ്ചാരികൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറേയധികം ആളുകൾ വരുന്നത് ഈ ബോട്ട് സവാരിക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ ഞാൻ ബോട്ട് സവാരി എടുത്തില്ല. നമ്മളിങ്ങനെ നടന്ന് കാഴ്ചകൾ കാണുകയാണ്. നടക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം എവിടെയൊക്കെ പോയി ഇരിക്കാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ ഓരോ കടകളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കാം. കുട്ടികൾക്കാണെങ്കിലും ബോട്ട് സവാരിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിലെ ഈ ഡെക്കിലൂടെയൊക്കെയുള്ള ഓട്ടമൊക്കെയാണ്. അതാകുമ്പോൾ അവന്മാർക്ക് ഓരോ കടകളിൽ കയറി അവിടുത്തെ ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ടോയൊക്കെ എടുക്കുമ്പം കഴിവതും നമ്മൾ അവന്മാരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ഏറ്റവും കൈകൊണ്ട് പിള്ളേർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവന്മാർക്ക് അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിന്നും നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഫുഡുകളും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നെ ക്രോക്കഡൈൽ മീറ്റും സ്പൈഡറിനെയൊക്കെ പിന്നെ മറ്റ് പുഴുക്കളും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. കണ്ടോ, സ്പൈഡറാണിത്. പിന്നെ ചെറിയ ചെറിയ പുഴുക്കളും അതെല്ലാം നല്ലപോലെ വറുത്ത് അവരോരോ പ്ലേറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ കാണേണ്ടതല്ലേ, വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്നോർത്ത് നമ്മളതൊന്നും ട്രൈ ചെയ്യാൻ നോക്കിയില്ല. ഇതൊക്കെ ഇവിടെ പ്രാദേശികമായിട്ട് നിർമ്മിക്കുന്ന ചോക്ലേറ്റുകളും ചെറിയ സ്നാക്സുകളും ഒക്കെയാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ നമ്മളെ കടകളിൽ ചെല്ലുമ്പോൾ അവർ ചിലരൊക്കെ നമ്മളെ വിളിച്ച് അകത്തോട്ട് കയറ്റുന്നുണ്ട്, വന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സഞ്ചാരികളാണല്ലോ. അപ്പോൾ അവർ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ അകത്ത് വിളിക്കുന്നതും ഈ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമെന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം പല രൂപത്തിലുള്ള ഹെർബൽ സോപ്പുകളാണ്. മാങ്ങയുടെ ഷേപ്പും പൂവിൻ്റെ ഷേപ്പും അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ലോക്കലായിട്ട് തന്നെ നിർമ്മിക്കുന്ന സോപ്പുകളാണെന്ന് തോന്നുന്നു. നമുക്ക് കുറേ അധികം ദൂരം നടക്കാനുണ്ട്. കുറേ നടക്കുക, കുറച്ച് റെസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ചിരട്ടയൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അതിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചിരട്ടയൊക്കെ വലിച്ചെറിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ.
Look, someone is going there. I saw a chameleon down here. What? How far are you going? Not from here, from Lulu. Ah. പിള്ളേരെ എവിടെ ചെന്നാലും ടോയ് വേണമെന്നൊക്കെ പറഞ്ഞ് വേളം വെക്കും. അപ്പോൾ ഇവന്മാർക്ക് നാട്ടിൽ ചെന്നിട്ട് ലുലുവിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഒരു വിധത്തിൽ കൊണ്ടുവന്നത്. നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും കുറേ മലയാളികളെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇത് എക്സിറ്റ് ഭാഗമാണ്. ഇവിടെയും വളരെ മനോഹരമായിട്ട് അവർ ഓരോ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിലേതുപോലെ തന്നെ തായ്ലൻഡിലും ധാരാളം ആനകളുണ്ട്. നമ്മൾ എലിഫൻറ്റ് ഷോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ വരും വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കുട്ടികളുമൊക്കെ ആയിട്ട് തായ്ലൻഡിലെ പട്ടായ പോലുള്ള പ്രദേശങ്ങളിൽ വിസിറ്റ് ചെയ്യാനുള്ള പ്രദേശങ്ങളുമുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ കുട്ടികളുമായിട്ട് തന്നെയാണ് യാത്ര ഫുള്ള് തായ്ലൻഡിൽ കറങ്ങിയത്.